ഗോതമ്പ് പൊടി വെച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. നല്ല മധുരമുള്ളൊരു സ്നാക്കാണ് ഇത്. ശരിക്കും നമ്മുടെ കാജിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയ്ക്ക് അലിഞ്ഞ് ഷുഗർ സിറപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കട്ടിയാവാനുണ്ട്. കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു നൂൽ പരുവത്തിൽ കിട്ടണം. ആ ഒരു പരുവം ആവുന്ന വരെ നമ്മളിത് ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിങ്ങനെ നൂല് പോലെ കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിലാവണം നമ്മുടെ ഷുഗർ സിറപ്പ്. ഇതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേജ്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഈ സിറപ്പ് ഇനി നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മാത്രം മതിയാവും, ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം. നല്ല തിളച്ച എണ്ണ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ എണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മതിയാവും. അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നല്ല ചൂടാണല്ലോ. അപ്പോൾ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുന്ന എണ്ണ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഏതെങ്കിലും എണ്ണ ആയാൽ മതി, വെളിച്ചെണ്ണ വരുത്. ഇത് നന്നായിട്ട് കൈവച്ച് തന്നെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഒട്ടുപൊടിയൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലാണുള്ളത് ഈ മാവ്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ടൈറ്റായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ സോഫ്റ്റായി പോകരുത്, നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണിത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുത്താൽ മതി. മാവ് നമ്മൾ കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ മാവ് സോഫ്റ്റായി പോകരുത്. നല്ല കട്ടിയിൽ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ബോൾസൊക്കെ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇതേപോലെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇതിന് ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. കുറച്ച് തേച്ച് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. നന്നായിട്ട് ഓയിൽ തേച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കാം. ഗോതമ്പ് പൊടിയും ഒരുപാടൊന്നും വിതറേണ്ട, കുറച്ച് ലൈറ്റായിട്ട് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണിക്കുന്ന പോലെ മടക്കിയെടുക്കുക. ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം ആ സൈഡ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് പ്രസ് ചെയ്യേണ്ട, ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വിട്ട് വരുമൊന്നുമില്ല. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ ഇത് ഒട്ടി നിന്നോളും. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാവ് നല്ല കനം കുറച്ചിട്ട് പരത്താൻ നോക്കുക. എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ശരിക്കും ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം.
ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കാരണം ഈ മാവൊക്കെ നല്ലതുപോലെ വെന്ത് വരണം. നമ്മൾ ഉടനെ നല്ല തിളച്ച എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ കളറ് മാറും, പക്ഷേ അകത്തൊന്നും വേവാതെ പോലെ ഇരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് നല്ല ക്രിസ്പി ആവുന്നത് വരെ വേവിച്ചെടുക്കണം. തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കാൻ പാടില്ല, നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണിത്. ഇത് നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് നമ്മളിതൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ്, ഒട്ടും തന്നെ സോഫ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴയ്ക്കണം. അതേപോലെ മാവ് പരത്തുമ്പോഴും നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം. എന്നാലേ നമുക്ക് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഓരോന്നും ഷുഗർ സിറപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കണം. ഷുഗർ സിറപ്പിൽ ഒരുപാട് സമയം ഇട്ട് വെക്കരുത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഷുഗർ സിറപ്പ് ഒട്ടും തന്നെ ചൂടായിരിക്കരുത്. നല്ല ഒരു ഇളം ചൂടായിട്ടുണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ചൂടായിരിക്കരുത്. കാരണം നല്ല ചൂടിൽ നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആവും. അപ്പോൾ ചൂടില്ലാത്ത ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മുക്കിയെടുത്താൽ മതി. ഒരുപാട് സമയം ഇതിലേക്ക് ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സിറപ്പ് ഇതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കണം. ആ ഒരു പരുവത്തിൽ നമ്മൾ ജസ്റ്റ് ഓരോന്നും ഇട്ട് മുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതേപോലെ ഇട്ട് ഷുഗർ സിറപ്പിലിട്ട് നമുക്ക് രണ്ട് സൈഡും ഇട്ട് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഷുഗർ സിറപ്പിലേക്കൊക്കെ ഇട്ട് നന്നായിട്ട് മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ നന്നായിട്ട് ഈ സിറപ്പൊക്കെ ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു 30 മിനിറ്റ് ഇങ്ങനെ തന്നെ പുറത്ത് വെച്ചതിന് ശേഷം കാണിക്കുകയാണ്. നല്ലതുപോലെ സിറപ്പൊക്കെ കണ്ടില്ല, നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണിത്, ഒട്ടും തന്നെ സോഫ്റ്റ് ആയിട്ടില്ല, നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ സിറപ്പിൻ്റെ കാര്യം അതേപോലെ തന്നെ മാവിൻ്റെയും കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ലൊരു എയർ ടൈറ്റ് ബോക്സിൽ ഇട്ട് വെച്ചാൽ മതി, ഒട്ടും തന്നെ തണുത്ത് പോവില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും. ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കാജിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്